പത്രോസും അപ്പസ്തോലൻ പൗലോസും നൽകിയ ദൈവവചനം വരമൊഴിയായി കേട്ടു വളർന്ന ഞങ്ങൾക്കിന്ന് ആനന്ദം ആനന്ദം ഞങ്ങൾക്കിന്ന് ആനന്ദം 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 ഞങ്ങൾക്കിന്ന് ആനന്ദം. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ. കഴിഞ്ഞ ശുശ്രൂഷകളിൽ ദൈവവിശ്വാസത്തെക്കുറിച്ചും ദൈവകൃപയെക്കുറിച്ചും തിരുവചനത്തിലൂടെ വളരെ കാര്യങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നു. തുടർന്ന് നിത്യരക്ഷയെക്കുറിച്ചാണ് തിരുവചനത്തിലൂടെ ദൈവമായ കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്. അത് ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടി നമുക്ക് ശ്രവിക്കാം. ബാറൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം 21 22 വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. ശത്രുകരങ്ങളിൽ നിന്നും അവരുടെ ശക്തിയിൽ നിന്നും ദൈവം നിങ്ങളെ മോചിപ്പിക്കും. നിങ്ങളെ രക്ഷിക്കുമെന്ന പ്രത്യാശ ഞാൻ നിത്യനായവനിൽ അർപ്പിച്ചിരിക്കുന്നു. പരിശുദ്ധനായവനിൽ നിന്ന് എനിക്ക് ആനന്ദം കൈവന്നിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ നിത്യരക്ഷകനിൽ നിന്ന് നിങ്ങൾക്കുടൻ കാരുണ്യം ലഭിക്കും. നമുക്ക് ബാറൂക്ക് പ്രവാചകൻ പറഞ്ഞ 4-ാം അധ്യായം 21 22 വചനങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധാപൂർവം ധ്യാനിക്കാം. എൻ്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. അങ്ങനെ പറയാനുള്ള കാരണം റോമാലേഖനത്തിൽ 10-ാം അധ്യായം 13-ാം വചനവും അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 28-ാം വചനവും ജോയേൽ പ്രവചനം 2-ാം അധ്യായം 32-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നത്: കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. തുടർന്ന് ജോയേൽ പ്രവചനത്തിലെ 2-ാം അധ്യായം 32-ൽ തന്നെ തുടർന്ന് പറയുന്നുണ്ട്: കർത്താവ് അരുളി ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും ജെറുസലേമിലും രക്ഷപ്പെടുന്നവരുണ്ടാവും. അതായത് രക്ഷ പ്രാപിക്കുന്നവരുണ്ടാവും. അപ്പോൾ അത് എങ്ങനെയാണ് രക്ഷ പ്രാപിക്കുന്നത്? കർത്താവിൻ്റെ ദിനത്തിലാണ് നമുക്ക് രക്ഷ പ്രാപിക്കുന്നതിൻ്റെ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത്. ജോയേൽ പ്രവചനം 2:11 അതിനെക്കുറിച്ച് പറയുന്നത്: കർത്താവിൻ്റെ ദിനം മഹത്വം അത്യന്തം ഭയാനകവുമാണ്, ആർക്ക് അതിനെ അതിജീവിക്കാനാവും? ആർക്കാണ് അതിജീവിക്കാൻ സാധിക്കുന്നത് എന്ന് പ്രവാചകൻ തന്നെ പറയുന്നുണ്ട്. ജോയേൽ പ്രവാചകൻ തന്നെ പറയുന്നുണ്ട്. ജോയേൽ 2:32. കർത്താവ് വിളിക്കുന്നവർ അതിജീവിക്കുന്നു. കർത്താവ് ദിനത്തെ അതിജീവിക്കാനായിട്ട് മഹത്വം അതിഭയാനകവുമായിട്ടുള്ള ആ ദിവസത്തെ ആർക്കാണ് അതിജീവിക്കാൻ സാധിക്കുന്നത്? ആർക്കാണ് സാധിക്കുന്നത്? ജോയേൽ പ്രവചനം പറയുന്നത് 2:32. കർത്താവ് വിളിക്കുന്നവർ ആ ദിവസത്തെ അതിജീവിക്കും. കർത്താവ് വിളിക്കുന്നവർ ആരാണ്? നമ്മൾ നേരത്തെ വായിച്ച് കേട്ടതുപോലെ ദൈവകൃപ ലഭിച്ചവർക്ക് മാത്രമേ ആ വിളി സ്വീകരിക്കാൻ പറ്റുള്ളൂ. പരിശുദ്ധ മറിയത്തെക്കുറിച്ച് ഗബ്രിയേൽ ദൂതൻ വന്ന് പറയുന്നുണ്ട്: കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന്. ഒരു ദൈവദൂതൻ ഒരാൾക്ക് സ്വസ്തി പറയണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിസ്സാരക്കാരായിരിക്കില്ല. ആ വ്യക്തി ദൈവകൃപ നിറഞ്ഞ വ്യക്തി ആയതുകൊണ്ടാണ് ദൈവപിതാവിൻ്റെ മുമ്പിലും പുത്രനായ യേശുവിൻ്റെ മുമ്പിലും പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിലും ആ വ്യക്തി, പരിശുദ്ധ മറിയം, കൃപ നിറഞ്ഞവളായതുകൊണ്ട് തന്നെയാണ് ഗബ്രിയേൽ ദൂതൻ സ്വർഗത്തിലെ ആലോചന അനുസരിച്ച് ഭൂമിയിൽ വന്ന് പരിശുദ്ധ മറിയത്തെ സ്തുതി പറയുന്നത്, മറിയമേ സ്വസ്തി എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണത്? കർത്താവിൻ്റെ വിളി അപ്പാടെ സ്വീകരിച്ചതുകൊണ്ടാണ്. ഉൾവിളി സ്വീകരിച്ച വ്യക്തിയായിരുന്നു, ദൈവത്തിൻ്റെ ഉൾവിളി സ്വീകരിച്ച വ്യക്തിയായിരുന്നു പരിശുദ്ധ മറിയം. തുടർന്ന് നമുക്ക് അപ്പസ്വലന്മാരെ എല്ലാം അറിയാം. കർത്താവ് വിളിച്ചവരാണവർ. 12 അപ്പസ്വലന്മാരും തുടർന്ന് ഉണ്ടായിരുന്ന കർത്താവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും കർത്താവ് വിളിച്ചവരാണ്. അവർക്ക് മാത്രമേ കർത്താവിൻ്റെ ദിനത്തെ അത്യന്തം ഭയാനകവും ഭീതിതവും മഹത്വം നിറഞ്ഞതുമായ ആ ദിവസത്തെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവരെക്കുറിച്ച് പറയുന്നത് സുഭാഷിത പുസ്തകം 1:24 പറയുന്നുണ്ട്: ഞാൻ വിളിച്ചിട്ട് വിളി കേൾക്കാത്തവരുടെ
കഷ്ടതയിൽ ഞാൻ അവരെ നോക്കി പരിഹസിക്കും. കഷ്ടതകൾ കൊടുങ്കാറ്റ് പോലെ അവർക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ ഞാൻ അവരെ നോക്കി പരിഹസിക്കുന്നു തന്നെ കർത്താവ് പറയുന്നു. തുടർന്നുള്ള വചനത്തിൽ പറയുന്നു. സുഭാഷിതം 1:24 വായിക്കുമ്പോഴാണത് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ കർത്താവ് വിളി കേൾക്കാതെയുള്ള വ്യക്തികൾക്ക് ഒരിക്കലും ഈ പറഞ്ഞ കർത്താവിൻ്റെ ദിവസത്തെ അതിജീവിക്കാനുള്ള ശക്തി ഉണ്ടാകില്ല എന്ന് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാവും. കർത്താവിൻ്റെ പരിഹാസമേറ്റവരാണ്. അതേസമയം സ്വർഗത്തിൽ എപ്പോഴും ആലോചിക്കപ്പെടുന്ന വ്യക്തികൾ, സ്വർഗത്തിൽ വെച്ച് തന്നെ ദൈവത്തിനു മുമ്പിൽ കൃപ സ്വീകരിച്ച വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവരെപ്പോഴും ദൈവത്തിനു മുമ്പിൽ സ്വീകാര്യരാണ്. ദൈവത്തിൽ നിന്ന് പ്രശംസനീയമായ അവകാശം സ്വീകരിച്ചവരാണ്. കൂടാതെ അത്യുന്നതിൻ്റെ ശക്തിയും പരിശുദ്ധാത്മാവും അവരിൽ വന്ന് നിറയുകയും ചെയ്യും. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. തുടർന്നുള്ള വചനങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ശത്രു കരങ്ങളിൽ നിന്ന്, അവരുടെ ശക്തിയിൽ നിന്നും ദൈവം നിങ്ങളെ മോചിപ്പിക്കും. നിങ്ങളെ രക്ഷിക്കുമെന്ന പ്രത്യാശ ഞാൻ നിത്യനായവനിൽ അർപ്പിച്ചിരിക്കുന്നു. പരിശുദ്ധനായവനിൽ നിന്ന് എനിക്ക് ആനന്ദം കൈവന്നിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ നിത്യരക്ഷകനിൽ നിന്ന് നിങ്ങൾക്കുടൻ കാരുണ്യം ലഭിക്കും. പരിശുദ്ധനായവനിൽ നിന്ന് എനിക്ക് ആനന്ദം കൈവന്നിരിക്കുന്നു. ആനന്ദം നമുക്ക് കൈവന്നാൽ നമുക്കെന്താ ഉണ്ടാകുന്നത്? അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സങ്കീർത്തന പുസ്തകം 37:4 ഇങ്ങനെ പറയുന്നു: കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹം സാധിച്ചു തരുമോ. നമ്മുടെ ആഗ്രഹം എന്താണ്? ഒരു മനുഷ്യൻ്റെ ആഗ്രഹം എന്താണ്? ശരിക്കും പറഞ്ഞാൽ ദൈവ മനുഷ്യനായി ജീവിക്കുന്നൊരു വ്യക്തിയുടെ ആഗ്രഹം എന്തായിരിക്കും? ദൈവത്തോടൊപ്പം ആയിത്തീരണമെന്നായിരിക്കും അവൻ്റെ ആഗ്രഹം. പൗലോസ്ലീഹ തന്നെ പറയുന്നുണ്ട്, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണെന്ന്. എന്തുകൊണ്ടാണ് മരണത്തെ നേട്ടമെന്ന് പറയാനുള്ള കാരണം? മരിച്ചാൽ മാത്രമേ കർത്താവിനോട് ഒന്നായി ചേരാൻ പറ്റുള്ളൂ പൗലോസ്ലീഹയ്ക്ക് അറിയാമായിരുന്നു. മരണ ജോർദാൻ കടന്നാൽ മാത്രമേ പറുദീസായിൽ ജീവൻ്റെ വൃക്ഷമാകുന്ന ക്രിസ്തുവിനോടൊപ്പം ആയിത്തീരാൻ പറ്റുകയുള്ളെന്ന് പൗലോസ്ലീഹയ്ക്ക് ശരിക്കും ബോധ്യമുണ്ടായിരുന്നു. അത് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് പൗലോസ്ലീഹ അങ്ങനെ പറഞ്ഞത്, എനിക്ക് മരണം നേട്ടമാണെന്ന് പറഞ്ഞത്, ജീവിതം ക്രിസ്തുവാണെന്ന് പറഞ്ഞു. ജീവിക്കുന്നത് എപ്പോഴും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. മരിച്ചാൽ അത് നേട്ടമായിട്ട് തീരും. എന്താണ് നേട്ടം? ക്രിസ്തുവിനോട് കൂടി ആയിത്തീരുന്ന നേട്ടം. നമുക്ക് അത്തരത്തിലുള്ള ആഗ്രഹമായിരിക്കണം ഉണ്ടാകേണ്ടത്. എങ്ങനെയാണ് ആഗ്രഹം സാധിച്ചു കിട്ടുന്നത്? കർത്താവിൽ ആനന്ദിക്കണം. നമ്മൾ ആനന്ദിക്കണം എന്തിനാണ്? നല്ലൊരു ബിരിയാണി കിട്ടിയാൽ, നല്ലൊരു AC റൂമിലൊക്കെ ഇരുന്ന് നല്ലൊരു ബിരിയാണി, നല്ല കുടിക്കാനൊക്കെ നല്ല പാനീയങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആനന്ദിക്കും. എൻ്റെ മക്കളെ, അത് താൽക്കാലികമാണത്, ക്ഷണികമാണ്, ക്ഷിപ്രമാണത്. അത് ആ സമയം കഴിയുമ്പോൾ നമ്മൾ വിട്ടുപോകും. അത് തന്ന ആളെയും നമ്മൾ മറന്നു പോകും. അപ്പോൾ നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയുള്ള ആനന്ദത്തിലല്ല പോകേണ്ടത് എന്ന് പൗലോസ്ലീഹ റോമാലേഖനത്തിൽ പറയുന്നുണ്ട്. 14:17 ദൈവരാജ്യമെന്നാൽ ഭക്ഷണമോ പാനീയമോ അല്ല. പിന്നെന്താണ്? അതിനകത്ത് തന്നെ പറയുന്നുണ്ട്, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം, അതായത് പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം. പരിശുദ്ധാത്മാവിൻ്റെ ഫലമാകുന്ന ആനന്ദമാണ് ആ പറഞ്ഞത് ദൈവരാജ്യാനുഭവം. നമ്മൾ ദൈവരാജ്യത്തിൽ ഭക്ഷണവും പാനീയവും ഒന്നും കൊണ്ട് നടക്കണ്ട. അവിടുത്തെ ദൈവരാജ്യത്തിലെ ഏറ്റവും വലിയ ഭക്ഷണവും പാനീയവും എന്താണ്? പരിശുദ്ധാത്മാവാകുന്ന ഭക്ഷണവും അപ്പവും നിത്യജീവനാകുന്ന പാനീയവുമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ദൈവവചനമാണ് ഒരു ദൈവരാജ്യാനുഭവത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ഭക്ഷണവും പാനീയവും. ദൈവവചനത്തിൽ തന്നെ ഉണ്ട് ഈ പറഞ്ഞ ഭക്ഷണവുമുണ്ട്, പാനീയവുമുണ്ട്. ഭക്ഷണം എന്താണ്? പരിശുദ്ധാത്മാവാകുന്ന അപ്പം. പാനീയം എന്താണ്? നിത്യജീവനാകുന്ന പാനീയം. യേശുവിൻ്റെ അപ്പവും ആ യേശുവിൻ്റെ ശരീരവും യേശുവിൻ്റെ രക്തവുമാണ് വചനത്തിലുള്ളത്. അതുകൊണ്ട് ഈശോ തന്നെ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണെന്ന്. എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന്. എൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യാത്തവൻ ഒരിക്കലും ദൈവരാജ്യത്തിൽ അവകാശിയാകില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അവൻ മരിച്ചാലും ജീവിക്കുമെന്ന് തന്നെ കർത്താവ് പറഞ്ഞിരിക്കുന്നു. അവൻ മരിക്കില്ലെന്ന് തന്നെ കർത്താവ് പറയുന്നു. അപ്പോൾ വചനത്തിലുള്ളത് ഈ പറഞ്ഞ രണ്ടുമാണുള്ളത്.
ആ വചനത്തിലുള്ളതായ 2 കാര്യങ്ങൾ, അതായത് ഭക്ഷണമാകുന്ന അപ്പമാകുന്ന പരിശുദ്ധാത്മാവും രക്തമാകുന്ന നിത്യജീവനും, യേശുവിൻ്റെ രക്തമാകുന്ന നിത്യജീവനും ആണ് പരിശുദ്ധ കുർബാനകളിൽ എവിടെ ബലിയർപ്പിക്കുന്നുണ്ടോ, എവിടെ അന്ത്യത്താഴ മേശ ആചരിക്കുന്നുണ്ടോ അവിടെയെല്ലാം നടക്കുന്നതായ വചനം അപ്പമായി രൂപാന്തരപ്പെടുന്നു, വചനം രക്തമായി രൂപാന്തരപ്പെടുന്നു, വീഞ്ഞായി രൂപാന്തരപ്പെടുന്നു. അതാണ് നമുക്ക് ഭക്ഷണവും പാനീയവുമായിട്ട്. അത് സിംബോളിക്കാണ്. ഈ അപ്പവും വീഞ്ഞും എല്ലാം സിംബോളിക്കാണ്, അടയാളപരമാണ്. പക്ഷേ അതിൽ യഥാർത്ഥത്തിൽ എന്താണ് കലരുന്നത്? പരിശുദ്ധാത്മാവും നിത്യജീവനും അതിൽ കലരുന്നത്. അത് വൈദികർ അത് നമുക്ക് പകർന്നു തരുമ്പോൾ അത് പറയുന്നുണ്ട് അവർ, മിശിഹായുടെ ശരീരവും രക്തവും നിങ്ങൾക്ക് നിത്യജീവൻ നൽകട്ടെ. പരിശുദ്ധാത്മാവും കൂടാതെ നിത്യജീവനാകുന്ന രക്തവും നമുക്ക് ദൈവം പകർന്നു തരുന്ന എല്ലാ കുർബാനയിലുണ്ട്. ഏത് കുർബാനയിലും അത് തന്നെയാണ് പറയുന്നത്, വൈദികർ പറയുന്നത്. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കർത്താവിൽ ആനന്ദിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന അവസ്ഥയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. തുടർന്ന് നമ്മൾ കേട്ടത് എന്താണ്? എന്തെന്നാൽ നിങ്ങളുടെ നിത്യരക്ഷകനിൽ നിന്ന് നിങ്ങൾക്ക് ഉടൻ കാരുണ്യം ലഭിക്കും. 119 സങ്കീർത്തനം 64 വചനത്തിലും സങ്കീർത്തനം 33 5 പറയുന്നുണ്ട്, കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. ഇത്ര വലിയ വാഗ്ദാനം ഉള്ളപ്പോൾ പിന്നെയും കാരുണ്യം വേണം, കാരുണ്യം വേണമെന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? കാരുണ്യം കൊണ്ട് ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. പക്ഷേ നമുക്കത് സ്വീകരിക്കാൻ പറ്റുന്നില്ല. കാരുണ്യം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. കാരുണ്യം എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയിട്ടാണോ പറയുന്നത്? അല്ല. കാരുണ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കൃത്യമായി ശ്രദ്ധിച്ച് കേട്ടാലേ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാവില്ല, തല കിഴക്കനാമ്പടായി പോകും. ശ്രദ്ധിച്ച് കേട്ടോളൂ. കാരുണ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നൽകാനുള്ളത്, അതായത് നമുക്ക് കിട്ടാനുള്ളത് തരാത്ത അവസ്ഥയുടെ പേരാണ് കാരുണ്യം എന്നുള്ളത്. നമുക്ക് തരാൻ അർഹതയുള്ളത് എന്താണെന്നറിയാമോ? മനുഷ്യവർഗത്തിന് ദൈവത്തിൽ നിന്ന് കിട്ടാനുള്ള അർഹതയുള്ളത് എന്താണെന്നറിയാമോ? ശിക്ഷ, നിത്യശിക്ഷ. കാരണം എന്താണ്? ദൈവത്തിന് മുമ്പിൽ നമ്മളെല്ലാവരും പാപികളാണ് മക്കളെ. ആ പാപത്തിന് എന്താ ശിക്ഷയാണ് ദൈവത്തിൽ നിന്ന് കിട്ടാനുള്ളത്? ഈ കിട്ടാനുള്ളത്, അതായത് ഈ തരാനുള്ളത് തരാതെ, ആ തരാനുള്ളത് എന്ത് ചെയ്ത് തൻ്റെ പുത്രനായ യേശുവിൻ്റെ ചുമലിൽ അങ്ങോട്ട് വെച്ചു കൊടുത്തു. നമുക്ക് തരാനുള്ള ശിക്ഷ എടുത്ത് പുത്രനായ യേശുവിൻ്റെ ചുമലിൽ വെച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ ആരായിട്ട് മാറി? നമ്മളെല്ലാവരും വിശുദ്ധന്മാരായിട്ട് ദൈവമക്കളായിട്ട് മാറി. അതിൻ്റെ പേരാണ് കരുണ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യേശുവിനെ എല്ലാവരും ദിവ്യകാരുണ്യം എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് തോന്നുന്നു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരുന്ന ആ വചനം കേട്ടാൽ ഒരുപക്ഷെ മനസ്സിലാവുള്ളൂ. നമുക്ക് തരാനുള്ള ശിക്ഷ ദൈവം എടുത്തു മാറ്റി. തരാനുള്ളത് തരാത്ത അവസ്ഥയുടെ പേരാണ് കാരുണ്യം. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും കിട്ടേണ്ടത് എന്താണ്? നിത്യശിക്ഷയാണ് കിട്ടുന്നത്, നിത്യ നരകാഗ്നിയാണ്. അതിന് പകരം ആ നിത്യ നരകാഗ്നി എടുത്തു മാറ്റിയിട്ട് നിത്യസ്വർഗം നമുക്ക് തന്നു. നമ്മളെല്ലാവരും പാപരഹിതരാക്കി മാറ്റി. യേശു ക്രിസ്തു മൂലം നമ്മളെല്ലാവരും പാപരഹിതരായിട്ട് മാറി. യേശുവിൻ്റെ രക്തം മൂലവും യേശുവിൻ്റെ ശരീരം മൂലവും നമ്മളെല്ലാവരും പാപത്തിൽ നിന്ന് മോചിതരായി തീർന്നു. അവൻ്റെ ശരീരം നമുക്ക് വേണ്ടി കീറിമുറിക്കപ്പെട്ട്, അവൻ്റെ രക്തം നമുക്ക് വേണ്ടി ചിന്തപ്പെട്ട്, യേശുവിൻ്റെ രക്തം ചിന്തപ്പെട്ട്, യേശുവിൻ്റെ ശരീരം നമുക്ക് വേണ്ടി കീറിമുറിക്കപ്പെട്ട്, അതുവഴി നമ്മളെല്ലാവരും പാപത്തിൽ നിന്ന് എന്നേക്കുമായി മോചിതരായി വിശുദ്ധന്മാരായി നിത്യവിശുദ്ധന്മാരായിട്ട് മാറി. അപ്പോൾ ചോദിക്കും, നമ്മളെല്ലാവരും പിന്നെയും പാപം ചെയ്യാനുണ്ടല്ലോ. അതാണ് ഞാനിവിടെ പറഞ്ഞത്. കാരുണ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രപഞ്ചം മുഴുവനും നമുക്കാർക്കും അത് സ്വീകരിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? നമ്മളാരും ദൈവത്തെയും യേശുവിനെ അംഗീകരിക്കണമല്ലോ മക്കളെ. അതാണ് കാര്യം. അതുകൊണ്ടാണ് കാരുണ്യം നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്തത്. എന്നിട്ട് പിന്നെയും നമ്മൾ പ്രാർത്ഥിക്കാം, കർത്താവേ കാരുണ്യം തരണേ, കർത്താവേ കാരുണ്യം തരണേ, ഇടിച്ച് കരയുക. ദൈവം അവിടെ വിളമ്പി വെച്ചേക്കണം. നീ ഇപ്പോൾ ഇവിടെ ഒരു ടേബിൾ ഉണ്ടെന്ന് വിചാരിച്ചു, ആ ടേബിളിൽ നിറച്ച് ബിരിയാണി വെച്ചേക്കും. ഈ ബിരിയാണി ഞാൻ നോക്കിയിട്ട് എനിക്ക് കാണാൻ പറ്റണില്ല. എന്നിട്ട് ഞാൻ പിന്നെയും കിടന്ന് ഉള്ളോടിക്കാൻ, എനിക്ക് ബിരിയാണി വേണം എന്നതുപോലെയല്ലേ നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരുണ്യം മുഴുവനും നിറച്ച് വെച്ചേക്കണാണ് കർത്താവ്. പ്രപഞ്ചം മുഴുവനും ക്രിസ്തുവാകുന്ന യേശുവാകുന്ന കാരുണ്യം കൊണ്ട് നിറഞ്ഞിരിക്കും. എന്നിട്ട് നമ്മൾ കാരുണ്യത്തിന് വേണ്ടി നിലവിളിക്കുക.
കാരണം നമ്മൾ കണ്ണുകളുള്ള കുരുടന്മാരായതുകൊണ്ടാണ്. അന്ധരെ നയിക്കുന്ന അന്ധരായിട്ട് നമ്മൾ ജീവിക്കണമെന്ന് കർത്താവായ യേശു പറയുന്നുണ്ട്. പ്രൈസ് ലോർഡ്. ഇനിയെങ്കിലും നമ്മുടെ അന്ധത, ആത്മീയ അന്ധത മാറ്റി കർത്താവിൻ്റെ വചനത്തിലേക്ക് നമ്മൾ വാ. അപ്പോൾ നമുക്ക് കർത്താവിൻ്റെ കാരുണ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കർത്താവ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ദൈവത്തെ അംഗീകരിക്കാൻ പറ്റും. യേശുവിനെ അംഗീകരിക്കാൻ പറ്റും. അതുവഴി നമുക്ക് നിത്യരക്ഷയിൽ പ്രവേശിക്കാൻ പറ്റും. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. ബാറൂക്ക് പ്രവചനം 4-ാം അധ്യായം 28, 29 വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടെ തിരിച്ചു വന്ന് ദൈവത്തെ തേടുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ മേൽ ഈ അനർത്ഥങ്ങൾ വരുത്തിയവൻ തന്നെ നിങ്ങൾക്ക് രക്ഷയും നിത്യാനന്ദവും നൽകും. യേശുവെ നന്ദി, യേശുവെ സ്തുതി. നമുക്ക് ആ വചനത്തെക്കുറിച്ച് ഒന്ന് ധ്യാനിക്കാം. ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീക്ഷ്ണതയാൽ തിരിച്ചു വരണമെന്ന് റോമാലേഖനം 12:11 ഇങ്ങനെ പറയണം. തീക്ഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. നമ്മളെല്ലാവരും ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുകയാണെന്ന് പൗലോസിയെ ബാറൂക്ക് പ്രവാചകൻ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് 10 ഇരട്ടി തീക്ഷ്ണതയിൽ തിരിച്ചു വരണമെന്ന്. ഇരട്ടി തീക്ഷ്ണത പോരാ, 10 ഇരട്ടി തീക്ഷ്ണത വേണം. തിരിച്ചു വരേണ്ടത് എങ്ങനെയായിരിക്കണം? പശ്ചാത്താപത്തോടു കൂടി ആയിരിക്കണം. അതിനെക്കുറിച്ച് പറയുന്നത് പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ ദൈവം അവസരം നൽകുന്നു. അപ്പോൾ പശ്ചാത്താപം ഇല്ലാത്തവർക്ക് തിരിച്ചു വരാൻ അവസരം കിട്ടുക? കിട്ടില്ല. കാരണം എന്താണ്? അവർ സന്ദിഗ്ധാവസ്ഥയിൽ നിൽക്കുക. വരണോ വരണ്ടേ, വരണോ വരണ്ടേ എന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് അവർ. മുൻപോട്ടും കാല് വയ്ക്കില്ല, പുറകോട്ടും കാല് വയ്ക്കില്ല. അവർ വെറുതെ നിൽക്കുകയാണ് അവർ. എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. ദൈവത്തെ എങ്ങനെ അന്വേഷിക്കേണ്ടത്, ദൈവത്തെ എങ്ങനെ തേടേണ്ടതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് തുടർന്നുള്ള വചനത്തിൽ ബാറൂക്ക് പ്രവചനം പറയുന്നത് ദൈവത്തെ തേടുവിനെന്ന്. ദൈവത്തെ തേടിക്കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്? സങ്കീർത്തനം 34:10 പറയുന്നത് സിംഹക്കുട്ടികൾ ഇരകെട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് യാതൊന്നിനും കുറവുണ്ടാകില്ലെന്ന്. മത്തായി 6:33 പറയുന്നുണ്ട് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. വിലാപങ്ങളുടെ പുസ്തകം 3:25 പറയുന്നുണ്ട് തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ കർത്താവിനെ തേടേണ്ടവരാണ്. തേടിയില്ല എങ്കിൽ എന്ത് സംഭവിക്കുന്നു? തുടർന്നുള്ള വചനത്തിൽ 29 പറയുന്നു. ബാറൂക്ക് പ്രവചനം 4:29 പറയും എന്നാൽ നിങ്ങളുടെ മേൽ ഈ അനർത്ഥങ്ങൾ വരുത്തിയവൻ തന്നെ നിങ്ങൾക്ക് രക്ഷയും നിത്യാനവും നൽകുന്നു. അപ്പോൾ അനർത്ഥങ്ങൾ നമ്മളുടെ നേരെ ഉണ്ടാവും നമ്മൾ തേടിയില്ല എങ്കിൽ. പക്ഷെ തേടാൻ തയ്യാറായാൽ എന്തുണ്ട്? ഈ അനർത്ഥങ്ങളെല്ലാം വരുത്തിയവൻ തന്നെ രക്ഷയും നിത്യാനന്ദവും നൽകും. അതിനെക്കുറിച്ചാണ് വിലാപങ്ങളുടെ പുസ്തകം 3:31-33 പറയുന്നു. 31 മുതൽ 33 വരെ നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 31 മുതൽ 33 വരെ ശ്രദ്ധിച്ച് കേൾക്കുക. കർത്താവ് എന്നേക്കുമായി ഉപേക്ഷിക്കുകയില്ല. കർത്താവ് വേദനിപ്പിച്ചാലും തൻ്റെ കാരുണ്യാതിരേകത്തിന് അനുസൃതമായി ദയ കാണിക്കും. അവിടെ നിന്ന് ഒരിക്കലും മനഃപൂർവ്വം മനുഷ്യമക്കളെ പീഡിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ എന്നേക്കുമായിട്ട് കർത്താവ് ഒരാളെയും തള്ളിക്കളയില്ല, ഉപേക്ഷിച്ച് കളയില്ല. അവൻ മാനസാന്തരപ്പെടും. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ധൂർത്തുപുത്രൻ്റെ കഥ പറഞ്ഞില്ലേ? പിതാവ് ഇങ്ങനെ വന്ന് കാത്തു നിൽക്കുകയാണ് പുത്രന് സുബോധം ഉണ്ടാവും എന്നുള്ള ആ പ്രത്യാശയോടുകൂടി. എന്നതുപോലെ നമുക്ക് ഓരോരുത്തർക്കും മാനസാന്തരം ഉണ്ടാകും, സുബോധം ഉണ്ടാകുമെന്ന് പിതാവായ ദൈവം ആഗ്രഹിച്ചിങ്ങനെ ദീർഘക്ഷമ കാണിച്ച് കാത്തിരിക്കുക. നമ്മൾ തിരിച്ചു ചെല്ലുമെന്ന് പുറത്ത്. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി. പിന്നെ പറയുവാണ് 32 പറയുവാണ് വിലാപങ്ങളും 3:32 പറയും കർത്താവ് വേദനിപ്പിച്ചാലും തൻ്റെ കാരുണ്യാതിരേകത്തിനനുസൃതമായി ദയ കാണിക്കും. കാരുണ്യാതിരേകത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. കാരുണ്യം എന്താണെന്ന് നമ്മുടെ മേലുള്ള ശിക്ഷ എടുത്തു മാറ്റിക്കൊണ്ട് നമ്മളോട് ദയ കാണിക്കും. അവിടുന്ന് ഒരിക്കലും മനഃപൂർവ്വം മനുഷ്യമക്കളെ പീഡിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നില്ല. തുടർന്ന് യേശയ്യാപ്രവചനം 30:20 പറയുന്നത് നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല. നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും. അപ്പോൾ നമുക്ക് കഷ്ടതയും തരും, ദുഃഖവും തരും. ഇതെല്ലാം തന്നാലും ശരിയാണ്. നമ്മുടെ ഗുരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർത്താവായ യേശു നമ്മളിൽ നിന്നൊരിക്കലും മറഞ്ഞിരിക്കില്ല. നമ്മുടെ കണ്ണുകൾ നമ്മുടെ ഗുരുവിനെ ദർശിക്കുന്നു തന്നെ തീർച്ചയായിട്ട് യേശയ്യാപ്രവചനത്തിലൂടെ ദൈവം അരുളിച്ചിരിക്കുകയാണ്. തുടർന്നുള്ള വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം.
എസെക്കിയേൽ പ്രവചനം 14 അധ്യായം 12 മുതൽ 14 വരെയുള്ള വചനങ്ങൾ ശ്രദ്ധിക്കാം. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഒരു ദേശം വിശ്വസ്തത വെടിഞ്ഞ് എനിക്കെതിരായി പാപം ചെയ്താൽ ഞാൻ അതിനെതിരെ എൻ്റെ കരം നീട്ടി അവരുടെ അപ്പം വിലക്കുകയും അവരുടെ മേൽ ക്ഷാമം അയക്കുകയും ചെയ്യും. അങ്ങനെ മനുഷ്യരെയും മൃഗങ്ങളെയും ഞാൻ നശിപ്പിക്കും. നോഹ, ദാനിയേൽ, ജോബ് എന്നീ 3 പേർ അവിടെ ഉണ്ടെങ്കിൽ തന്നെയും അവരുടെ നീതി ഹേതുവായി അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂവെന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യും. നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഞങ്ങളുടെ നാട്ടിലൊരു വിശുദ്ധനുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലൊരു ശിക്ഷ ഉണ്ടാവില്ല. വെറുതെ ചിന്തിക്കല്ലേ, അങ്ങനെയൊക്കെ തെറ്റാണ്. ഈ കേട്ട വചനം കേട്ട കർത്താവ് എന്നോട് അരുളി ചെയ്തെന്നാണ് എസെക്കിയേൽ പറയുന്നത്. മനുഷ്യപുത്ര, ഒരു ദേശം വിശ്വസ്തത വെടിഞ്ഞ് എനിക്കെതിരായി പാപം ചെയ്താൽ ഞാൻ അതിനെതിരെ എൻ്റെ കരം നീട്ടി അവരുടെ അപ്പം വിലക്കുകയും അവരുടെ മേൽ ക്ഷാമം അയക്കുകയും ചെയ്യും. അങ്ങനെ മനുഷ്യരെയും മൃഗങ്ങളെയും ഞാൻ നശിപ്പിച്ച് കളയുന്നു. ഉൽപ്പത്തി പുസ്തകം 6 അധ്യായത്തിൽ അത് കാണുന്നുണ്ട്. 6 അധ്യായം 6, 7, 8 ജലപ്രളയം ഉണ്ടായതിനെക്കുറിച്ചാണ്. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു. അത് ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു. കർത്താവ് അരുളി ചെയ്തു, എൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ ഭൂമുഖത്ത് നിന്ന് ഞാൻ തുടച്ചു മാറ്റും. മനുഷ്യനെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശത്തിലെ പറവകളെയും ഞാൻ നാമാവശേഷമാക്കും. അവയെ സൃഷ്ടിച്ചതിന് ഞാൻ ദുഃഖിക്കുന്നു. എന്നാൽ നോഹ കർത്താവിൻ്റെ പ്രീതിക്ക് പാത്രമായി. ഒരൊറ്റ ആൾ മാത്രം, ഇവിടെ പറഞ്ഞതായ നോഹ മാത്രം. നോഹയെ മാത്രം, അയാളുടെ കുടുംബത്തെ മാത്രം കർത്താവ് രക്ഷിച്ചു. ബാക്കിയെല്ലാം ദൈവം നശിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു നാട്ടിലൊരു നല്ല മനുഷ്യനുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ആ നാട് നശിപ്പിക്കാതെ ഒന്നും ഇരിക്കില്ല. അവിടെയുള്ള മനുഷ്യർ പാപം ചെയ്താൽ തീർത്ത് കളയും ദൈവം. അവരുടെ പ്രാർത്ഥനയ്ക്ക് ഒരു സമയം ദൈവം നിശ്ചയിക്കും, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക്. അത് കഴിയുമ്പോൾ ദൈവം, ഇപ്പോൾ കേട്ടില്ലേ, അവരുടെ അപ്പം വിലക്കും അവരുടെ മേൽ ക്ഷാമം അയക്കും. അതൊക്കെ ഒരു ഇൻഫർമേഷനാണ്, മുൻകൂട്ടിൽ അറിയിപ്പാണ്. അത് കഴിയുമ്പോൾ എന്നേക്കുമായിട്ട് തീർത്ത് കളയും ദൈവം. അപ്പോൾ ചെയ്യും ദൈവം ദുഷ്ടനാണെന്നല്ല, ദൈവത്തിൻ്റെ കരുണയോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ കാഠിന്യം ഉണ്ടെന്നാണ് പറയുന്നത്. പൗലോസ്യ പഠിപ്പിക്കുന്നുണ്ടോ? എന്തുമാത്രം കരുണ കാണിക്കുന്നു അത്രയും തന്നെ കാഠിന്യമായിട്ട് ദൈവം പെരുമാറും നമ്മോട്. അപ്പം അതുകൊണ്ട് സൂക്ഷിക്കുക, ദൈവത്തിൻ്റെ കാഠിന്യത്തിന് ഇരയാകാതിരിക്കുക. അവരുടെ കരുണയിൽ നമ്മൾ ലക്ഷ്യം വെച്ച് മുന്നോട്ട് നീങ്ങുക. പ്ലീസ് റോഡ്. മോശയുടെ ഇസ്രായേൽ ജനത്തോടുള്ള ഉപദേശം നമുക്ക് ശ്രദ്ധിക്കാം. മോശ ഇസ്രായേൽ ജനത്തോട് ഇതിനെക്കുറിച്ചൊരു ഉപദേശം പറയുന്നുണ്ട്. നിയമ ആവർത്തന പുസ്തകം 33:29 പറയുന്നത്. ഇസ്രായേലെ, നീ ഭാഗ്യവാൻ, നിന്നെ സഹായിക്കുന്ന പരിചയം നിന്നെ മഹത്വമണിയിക്കുന്ന വാളും ആയ കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട നിന്നെപ്പോലെ മറ്റേത് ജനമാണുള്ളത്. ശത്രുക്കൾ നിന്നെ വഞ്ചിക്കാൻ ശ്രമിക്കും, എന്നാൽ നീ അവരുടെ ഉന്നത സ്ഥലങ്ങൾ ചവിട്ടി മെതിക്കും. ഇസ്രായേലെ, നീ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉൽപ്പത്തി പുസ്തകം 32:28 പറയുന്നുണ്ട് ഇസ്രായേൽ ആരാണെന്ന്. ദൈവത്തെയും മനുഷ്യനെയും ജയിച്ചവനാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അത് പഴയ നിയമത്തെ പോലെ തന്നെ പുതിയ നിയമത്തിലുണ്ട് ഈ പറഞ്ഞ ഇസ്രായേൽ ജനം. പുതിയ നിയമത്തിൽ ഇസ്രായേൽ ജനമാണ് നമ്മൾ. പക്ഷെ നമ്മളിൽ എത്ര പേര് ദൈവത്തെയും മനുഷ്യനെയും വിജയിച്ചിട്ടുണ്ട്? വിജയിക്കുക എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഇടിയും കുത്തും പിടിച്ച് ജയിക്കാനല്ല പറയുന്നത്. ദൈവം അനുവദിക്കുന്നതായ പരീക്ഷകളും സാത്താൻ കൊണ്ടുവരുന്നതായ പ്രലോഭനങ്ങളും അതിജീവിക്കാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ തീർച്ചയായും നമുക്കെന്ത് സംഭവിക്കും? ഇസ്രായേൽ എന്നുള്ള സ്ഥാനം നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഭാഗ്യവാനായിട്ട് മാറുക, നിർഭാഗ്യവാനായിട്ട് മാറും. അപ്പോൾ നമ്മെ സഹായിക്കുന്ന പരിചയം, നമ്മെ മഹത്വമണിയിക്കുന്ന വാളുമായ കർത്താവിനാൽ രക്ഷിക്കപ്പെടുന്നതിന് പകരം നമ്മൾ എന്ത് സംഭവിക്കും? ശിക്ഷിക്കപ്പെട്ടവരായിട്ട് മാറും. അപ്പോൾ രക്ഷിക്കപ്പെട്ട ജനങ്ങളിൽ നിന്നെപ്പോലെ ആരുണ്ട്? മറ്റേത് ജനമാണുള്ളതെന്നാണ് മോശ ഇസ്രായേൽ ജനത്തോട് ചോദിക്കുന്നത്. എന്നതുപോലെ തന്നെ കർത്താവായ യേശുവും നമ്മോട് ചോദിക്കുന്നുണ്ട്, ഇത്രയേറെ ഇസ്രായേലിനായിട്ട് ജീവിക്കുന്ന നിങ്ങളെപ്പോലെ രക്ഷിക്കപ്പെട്ട മറ്റേത് ജനമാണ് ഇവിടെ ഉള്ളതെന്ന്. അപ്പോൾ നമ്മെപ്പോലെ ശ്രേഷ്ഠ ജനത മറ്റാരുമില്ല എന്ന് കർത്താവ് തന്നെ നമ്മളോട് പറയുകയാണ്. അപ്പോൾ നമ്മൾ ആ ശ്രേഷ്ഠത്വം അവഗണിക്കാതെ കർത്താവിന് ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കാൻ നമ്മൾ ശ്രമിക്കണം. തുടർന്ന് ഹെബ്രായർക്കെതിരെ ലേഖനം 2 അധ്യായം 3-4 വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഇത്ര മഹത്തായ രക്ഷയെ അവഗണിക്കുന്ന നാം ശിക്ഷയിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കപ്പെടും? ആരംഭത്തിൽ കർത്താവ് തന്നെയാണ് പ്രഖ്യാപിച്ചത്. കർത്താവിൻ്റെ വാക്ക് ശ്രവിച്ചവർ നമുക്ക് അത് സ്ഥിരീകരിച്ചു തന്നു. അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, പല വിധത്തിലുള്ള ശക്തമായ പ്രവൃത്തികൾ എന്നിവ കൊണ്ടും തൻ്റെ ഇഷ്ടത്തിനൊത്ത് പരിശുദ്ധാത്മാവിന് ദാനം ചെയ്തുകൊണ്ടും ദൈവം തന്നെ ഇതിന് സാക്ഷ്യം നൽകിയിരിക്കുന്നു. അപ്പോൾ ഇത്ര മഹത്തായ രക്ഷയെ അവഗണിക്കുന്ന നാം എന്ന് പറഞ്ഞ ഏതാണ്?
1 കൊരിന്ത്യർ 2:9 വചനത്തിലാണ് അത് പറയുന്നത്. നമ്മളിതിനു മുമ്പ് പറഞ്ഞതാണ് ആ വചനം. 1 കൊരിന്ത്യർ 2:9 വചനം. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. ഇതാണ് ഇത്ര മഹത്തായ രക്ഷ. ഇത് അവഗണിക്കുന്ന നമ്മൾ എങ്ങനെ ശിക്ഷയിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കപ്പെടും? ആരംഭത്തിൽ തന്നെ കർത്താവ് ഇതിനെക്കുറിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആരംഭത്തിൽ എവിടെയാണ് പറഞ്ഞത് കർത്താവ്? ലൂക്കാസ് സുവിശേഷം 4:18 മുതൽ 19 വചനത്തിൽ ഇങ്ങനെ പറയുന്നു: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരുടെ സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു. കർത്താവായ യേശു വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഈ മഹത്തായ രക്ഷ നമുക്ക് നൽകാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് തന്നെ ഇവിടെ പറഞ്ഞത്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ടെന്ന്. പരിശുദ്ധാത്മാവ് ഉള്ളവനായിരുന്നു കർത്താവായ യേശു. എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്? ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ. ആ കാലം എത്രയും പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനങ്ങൾക്കല്ലാതെ മറ്റാർക്കും സുവിശേഷം ഉണ്ടായിരുന്നില്ല. സുവിശേഷം കൊടുക്കാൻ പാടില്ലായിരുന്നു. അവർക്ക് അതിനുള്ള യോഗ്യത ഉണ്ടായിരുന്നില്ല. ഈവൻ സമരിയാക്കാർക്ക് പോലും സുവിശേഷം നിഷേധിക്കപ്പെട്ടിരുന്നു. സമരിയാക്കാർ ഇസ്രായേലിൽപ്പെട്ടവരായിരുന്നെങ്കിലും അവർ ജോസഫിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ്. എന്നിട്ട് പോലും അവർക്ക് പോലും സുവിശേഷം നിഷേധിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ദരിദ്രർക്ക് സുവിശേഷം അറിയിക്കാൻ, കൂടാതെ ബന്ധിതർക്ക് മോചനം, ബന്ധിക്കപ്പെട്ട് സാത്താൻ്റെ അടിമത്തത്തിൽ കിടന്ന് ബന്ധിതരായിട്ടുള്ളവർ അവർക്ക് മോചനം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആത്മീയ അന്ധത ബാധിച്ച വ്യക്തികൾക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടാതെ കർത്താവിന് സ്വീകാര്യമായ വത്സരം. കർത്താവിന് സ്വീകാര്യമായ വത്സരം എന്ന് പറയുന്നത് എന്താണ്? കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട്, കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഇൻഫർമേഷൻ മത്തായി സുവിശേഷം 24 നമ്മളോട് പറയുന്നുണ്ട് എങ്ങനെയായിരിക്കും വരുന്നതെന്ന്. അക്കാലങ്ങളിൽ രാജപ്രവാചകന്മാരുണ്ടാകും, പല വിധത്തിലുള്ള ഭൂകമ്പങ്ങളും മറ്റ് പ്രകൃതിക്ഷോഭങ്ങളെല്ലാം ഉണ്ടാകും. കർത്താവിൻ്റെ വരവിന് മുൻപായിട്ട് കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് മിന്നൽ പിണർ പോലെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് പ്രഖ്യാപിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. നമുക്കതിനുള്ള ഇൻഫർമേഷൻ എല്ലാം കർത്താവ് തന്നിട്ടുണ്ട്. നമുക്ക് തുടർന്ന് കേട്ട വചനത്തിനനുസരിച്ച് നിത്യരക്ഷയ്ക്ക് പ്രതികൂലമായിട്ടുള്ള നമ്മുടെ ജീവിതത്തെ കർത്താവിന് സമർപ്പിക്കാം. ആ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നെല്ലാം മോചനം പ്രാപിച്ച് കർത്താവിനോട് അനുരൂപപ്പെട്ട്, കർത്താവിൻ്റെ വചനത്തിന് അനുരൂപപ്പെട്ട് നിത്യരക്ഷയുടെ വഴിയെ സഞ്ചരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവെ, ഞങ്ങൾ സ്വീകരിച്ചതായ ഈ വചനങ്ങൾ ഞങ്ങളുടെ നിത്യരക്ഷയുടെ ആചാരമായി തീരാൻ പറ്റുമെന്ന് അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. നിത്യരക്ഷ നൽകുന്ന പരിശുദ്ധനായ കർത്താവെ, കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവഭയത്തോടെ ദൈവഭക്തിയോടെ ജീവിതം നയിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യരക്ഷയുടെ വഴികൾ അവിടുന്ന് തുറന്നു തരണമേ. ഞങ്ങളുടെ രക്ഷകനാഥനുമായ യേശു ക്രിസ്തു മണവാളനായി പ്രത്യക്ഷനാകുമ്പോൾ പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനായ യേശുവിനെ പ്രത്യാശയോടെ കാത്തിരിക്കുവാനും അടിയങ്ങൾക്ക് അവിടുത്തെ മണവാട്ടിമാരായി തീരുവാനുള്ള ദയവ് ഞങ്ങളോട് കാണിക്കണമേ. അയോഗ്യദാസരായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ചെവിക്കൊണ്ട് ഞങ്ങളവിടുന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി. ഹല്ലേലൂയ.